ക്ഷേമ പെൻഷനുകൾ അവകാശമായി കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ എത്രയാണ്, എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ സഹായമില്ല. 3 വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ നൽകുന്നത്. വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിൽ 1600 രൂപയാണ് നൽകുന്നത്. എന്നാൽ 80 വയസ്സ് വരെയുള്ള വാർദ്ധക്യ പെൻഷന് 200 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. 80 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് 500 രൂപയും. 80 വയസ്സിൽ താഴെ പ്രായവും 80% കുറവ് വൈകല്യവുമുള്ളവർക്കുള്ള പെൻഷനിൽ കേന്ദ്രം വിഹിതം നൽകുന്നില്ല. സമാനമായി വിവിധ പ്രായത്തിൽ ഉള്ളവർക്കും നൽകുന്നത് നേരിയ തുക മാത്രമാണ്. 40 വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്ര വിഹിതമില്ല. 40 മുതൽ 80 വരെയുള്ള പ്രായപരിധിയിൽ ഉള്ളവർക്ക് കേന്ദ്രം തരുന്നത് 300 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം 500 രൂപയും നൽകുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഈ 3 പെൻഷനുകളും കൂടാതെ 3 ലക്ഷം കാർഷിക തൊഴിലാളികൾക്കും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 76,000 അവിവാഹിതരായ സ്ത്രീകൾക്കും 1600 രൂപ വീതം മാസം പെൻഷൻ നൽകുന്നുണ്ട്. ഇവയ്ക്ക് കേന്ദ്ര സഹായമില്ല. ഇതെല്ലാം കൂടി 45 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. ഈ 5 വിഭാഗങ്ങളിലും കൂടി പെൻഷൻ നൽകാൻ മാത്രം മാസം 900 കോടി രൂപ ആവശ്യമാണ്. മറ്റ് 16 ക്ഷേമ പദ്ധതികൾക്കായി 90 കോടി രൂപയും ഓരോ മാസവും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ സംസ്ഥാനം നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിക്കാൻ കാലതാമസമുണ്ടാകുന്നതും പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമാണ്. 2023 ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതം മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. 2023 വർഷം തുടക്കം വരെയുള്ള 602.14 കോടി രൂപ 2023 ഒക്ടോബറിൽ മാത്രമാണ് കേന്ദ്രം നൽകിയത്. എന്നാൽ അപ്പോഴേക്കും സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു കൂടി നാളെ മുതൽ വിതരണം ചെയ്യും. 3200 രൂപയാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. ഇനി കുടിശ്ശികയുള്ളത് 4 മാസത്തെ പെൻഷനായ 6400 രൂപയാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴി, മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ വീട്ടിലെത്തിക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നു. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടങ്ങിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. വിഷു, ഈസ്റ്റർ, റമദാൻ ആഘോഷക്കാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തർക്കും നൽകിയത്. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലെത്തിക്കും പെൻഷൻ. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും.